പെരിയാർ കടുവാ സങ്കേതത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധന നടത്തിയ സംഭവത്തിൽ വീണ്ടും പരാതി നൽകും. പരിശോധനയിൽ തൃപ്തരല്ലെന്നാണ് പരാതി നൽകിയ നോൺ ഗസറ്റഡ് അസോസിയേഷന്റെ നിലപാട്. 71 ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നടത്തിയ പരിശോധനയിൽ ഇവിടെ മാത്രമാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇനി ഞങ്ങളിത് വിശദമായിട്ട് ഞങ്ങൾ കൊടുത്ത പരാതിയും റിപ്പോർട്ടും കൂടെ വെച്ച് ഞങ്ങൾ മന്ത്രിക്ക് വീണ്ടും പരാതി കൊടുക്കുകയാണ്. എന്നുകൊണ്ട് ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മൊത്തം ആളുകൾ അഴിമതിക്കാരാണെന്നല്ല പറയുന്നത്. 71 റേഞ്ച് ഓഫീസുകളിൽ പരിശോധന നടന്നിട്ടും ഈ തേക്കടിയിലും അങ്ങനെയുള്ള 1-2 മാത്രമേ ഈ ആക്ഷേപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനകത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുക. നിതിൻ തോമസ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഈ പരിശോധന നടത്തിയതല്ല പ്രശ്നം, ഈ പരിശോധനയുടെ റിസൾട്ടാണ് പ്രശ്നം. അത് മറ്റിടങ്ങളിലെ പിഴവുകൾ എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണോ ഇവർ ചോദിക്കുന്ന ചോദ്യം? ഈ 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു പെരിയാറിൽ ധനകാര്യ പരിശോധന വിഭാഗം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഈ പരിശോധന നടത്തിയത് ഇത്തരത്തിൽ കേരള നോൺ ഗസറ്റഡ് അസോസിയേഷൻ നൽകിയ പരാതിയിന്മേലായിരുന്നു. ഇടുക്കി ജില്ലാ കമ്മിറ്റി ആയിരുന്നു അന്ന് പരാതി നടത്തിയത്. പരിശോധനയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സംഘം എത്തുകയും പരിശോധനകൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്ന 2 തവണയായിട്ടായിരുന്നു ഈ നോൺ ഗസറ്റഡ് അസോസിയേഷൻ ഭാരവാഹികൾ പരാതി നൽകിയിരുന്നത്. ഈ പരാതികളിലൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിച്ചിട്ടില്ലെന്നും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ അതിന്റെ ഒരു പൂർണ്ണ സ്വഭാവമില്ലെന്നും ആണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ പരിശോധനയ്ക്ക് ശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമായി ഒന്നും തന്നെ ഇല്ലെന്നാണ് ഇത്തരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്കറിയ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാപക ക്രമക്കേടുകളായിരുന്നു കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിലൊക്കെ തന്നെ ഈ ക്രമക്കേടുകളെ സാധൂകരിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഇനി ആവർത്തിക്കരുത് എന്ന രീതിയിലുമായിരുന്നു റിപ്പോർട്ടിൽ എഴുതിയിരുന്നത്. അതിൽ 2 കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നത്. അത് ഒന്ന്, ഈ പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചത് സർക്കാരിന്റെ അനുമതി കൂടാതെ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അഡ്വാൻസായി വാങ്ങുന്ന തുകകളുടെ കാര്യവും സംബന്ധിച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൂടാതെ ഒട്ടനവധി പരാതി ഇവർ നൽകിയിരുന്നു. ആ പെരിയാർ കടുവാ സങ്കേതത്തിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വീണ്ടും പരാതി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. നിതിൻ വിവരങ്ങൾ നൽകിയത്.